എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അങ്ങനെ ദശമഹാവിദ്യകളുടെ 9 മഹാവിദ്യകൾ കഴിഞ്ഞ് ഇന്ന് അവസാനത്തെ 10ാമത്തെ ദശമഹാവിദ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാനത്തെ ദശമഹാവിദ്യ എന്ന് പറയുമ്പോൾ കമലാത്മിക തത്വം, അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ നമ്മുടെ ശ്രീവിദ്യ ഉപാസനയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദേവതയാണ് കമലാത്മിക മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ കാളികുലം ശ്രീകുലം എന്ന് തിരിച്ചതില് ശ്രീകുലത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേവത തന്നെയാണ് കമലാത്മിക. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അവസാനം ഈ ദശമഹാവിദ്യകൾ എന്ന് പറയുന്ന 10 ശക്തികള് എങ്ങനെയാണ് ഒരു സാധകന്റെ ജീവിതത്തില് മുമ്പോട്ട് പോകാനും സാധകന്റെ അൾട്ടിമേറ്റ് ഗോളായിരിക്കുന്ന ശിവപദ പ്രാപ്തി എങ്ങനെയാണ് സാധിക്കുന്നതെന്നും കൂടെ നോക്കി ഇന്ന് ദശമഹാവിദ്യ തത്വങ്ങൾ അവസാനിപ്പിക്കാം. അപ്പോ കമലാത്മിക തത്വം, ഇപ്പൊ കമലാത്മിക വിദ്യകളിലെ 10ാമത് വിദ്യയാണ്. സകല ഐശ്വര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ദേവതയാണ് കമലാത്മിക. ദശമഹാവിദ്യകളില് കമലാത്മികയെ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ലക്ഷ്മിയായിട്ടാണ് ഉപാസിക്കുന്നത്. അപ്പൊ ശൈവശക്തിയായ കമലാത്മികയായിട്ട് ആരാധിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ സദാശിവ രൂപനായിരിക്കുന്ന ശിവനായിട്ട് നമ്മൾ ആരാധിക്കും. ഒരേ ശക്തി തന്നെ വൈഷ്ണവത്തിലും ശൈവത്തിലും പേര് മാറുന്നേ ഉള്ളൂ. അപ്പോ ശൈവശക്തിയായ കമലാത്മികയായിട്ട് ആരാധിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ നമ്മൾ എങ്ങനെ കാണും? സദാശിവ രൂപനായിട്ട് കാണും. സദാശിവനായിരിക്കുന്ന ശിവന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ദേവിയാണ് സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി. അങ്ങനെ എന്താ പറയാ, ഒരു 2 രീതിയിൽ നമുക്ക് ദേവിയെ ആരാധിക്കാം. അപ്പൊ മഹിഷാസുരനെ വധിക്കാനായിട്ട് അവതരിച്ച മഹാലക്ഷ്മിയെ ശൈവശക്തിയായിട്ടും ഭൃഗുപുത്രിയായിരിക്കുന്ന ലക്ഷ്മിയെ വിഷ്ണു ശക്തിയായിട്ടും പുരാണാദി തന്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഉപാസകർ കമല ലക്ഷ്മി ഭാവങ്ങളെ ഒന്ന് തന്നെയാണെന്ന് കരുതിയാണ് ആരാധിക്കുന്നത്. അപ്പൊ ലക്ഷ്മി കടാക്ഷം ലഭിച്ചാൽ ദാരിദ്ര്യം മാറും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. മാ അല്ലെങ്കിൽ രമ, ശ്രീ, ചല, കമല, ലക്ഷ്മി, പത്മ, ഭാർഗവി, ഇങ്ങനെ ദേവി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോ മഹാലക്ഷ്മിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് നിരവധി പുരാണ തന്ത്ര ഗ്രന്ഥങ്ങളിലെ പരാമർശിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ പ്രാദുർഭാവത്തെ കുറിച്ച് വിവിധതരം കഥകള് ആഗമ രഹസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-2 നോക്കാം. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയിലെ വെള്ളിയാഴ്ചയില് ദേവ്യാചലാരാത്രി എന്ന് വിളിക്കപ്പെടുന്ന രാത്രിയില് സർവ സൗഭാഗ്യവതിയായിരിക്കുന്ന മഹാലക്ഷ്മി ജാതയായി. അതിനുശേഷം പാലാഴി കടയുമ്പോൾ ജഗത് സൗഭാഗ്യരൂപിണിയായിരിക്കുന്ന ലക്ഷ്മി ത്രൈലോക്യ രക്ഷയ്ക്കായിട്ട് ആവിർഭവിച്ചുവെന്നും പറയപ്പെടുന്നു. അപ്പൊ ആ ദേവി വിഷ്ണുവിന്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ കോലാസുരനെ വധിക്കുന്നതിനായിട്ട് മഹാമാതങ്കിനി കലയായിട്ട് മഹാലക്ഷ്മി ഭാദ്രപദ മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിനത്തിൽ അവതരിച്ചു എന്നും പറയുന്നു. അതുകൊണ്ടാണ് മഹാലക്ഷ്മി അഷ്ടകത്തില് നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ മഹാലക്ഷ്മിയുടെ വിവിധ ഭാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഭൃഗു മഹർഷിയുടെയും ഖ്യാതിയുടെയും പുത്രിയായിട്ട് ജന്മമെടുത്ത മഹാലക്ഷ്മിയെ മഹാവിഷ്ണു പത്നിയായിട്ട് സ്വീകരിച്ചുവെന്ന് വിഷ്ണു പുരാണം പറയുന്നുണ്ട്. ധാതാവ് വിധാതാവ് എന്നീ സഹോദരന്മാർ കൂടെ ദേവിക്കുണ്ടെന്ന് അതിൽ പറയുന്നു. അപ്പൊ അമൃതനായിട്ട് ദേവാസുരന്മാര് പാലാഴി കടഞ്ഞപ്പോ ക്ഷീരസാഗരത്തിൽ നിന്ന് ദേവി ഉയർന്നു വന്നു എന്ന് നമ്മള് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഭൃഗുപുത്രിയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം. ഇത് ചോദിച്ചത് മൈത്രേയ മഹർഷിയാണ്. പരാശര മഹർഷിയോട് മൈത്രേയ മഹർഷി ചോദിക്കണം, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അതിന്റെ ഉത്തരമായിട്ട് പറയുകയാണ്, നിത്യയും ജഗന്മാതാവുമായിരിക്കുന്ന മഹാലക്ഷ്മി നാശരഹിതയാണ്. അപ്പൊ സർവഗതനായിരിക്കുന്ന വിഷ്ണു എപ്രകാരമാണോ അതേ പ്രകാരം ലക്ഷ്മിയും സർവഗതയാണ്. വിഷ്ണു അർത്ഥവും ലക്ഷ്മി വാക്കുമാണ്. നയം ലക്ഷ്മിയും നീതി ഹരനുമാണ്. ധർമ്മം വിഷ്ണു, സത്ക്രിയ ലക്ഷ്മി. സൃഷ്ടാവ് വിഷ്ണു, ലക്ഷ്മി സൃഷ്ടി. അപ്പോ ഭൂധരൻ വിഷ്ണു, ഭൂമി ലക്ഷ്മി. സന്തോഷം വിഷ്ണു, തുഷ്ടി ലക്ഷ്മി. കാമം വിഷ്ണു, ഇച്ഛ ലക്ഷ്മി. യജ്ഞം വിഷ്ണു, ദക്ഷിണ ലക്ഷ്മി. പുരോടാശം വിഷ്ണു, ആജ്യാഹൂതി ലക്ഷ്മി. പ്രാഗ്വംശം വിഷ്ണു, പത്നീശാല ലക്ഷ്മി. യൂപം വിഷ്ണു, ചിതി ലക്ഷ്മി. കുശം വിഷ്ണു, ചമത ലക്ഷ്മി. അഗ്നി വിഷ്ണു, സ്വാഹ ലക്ഷ്മി. സൂര്യൻ വിഷ്ണു, പ്രഭ ലക്ഷ്മി.
പിതൃക്കൾ വിഷ്ണു, സ്വാധ ലക്ഷ്മി. അപ്പൊ വിസ്തരിക്കപ്പെട്ടതിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത്. ഏതിന്റെ കൂടെയും അതിന്റെ ചൈതന്യമായിട്ട് പിരിക്കപ്പെടാൻ പറ്റാത്ത ശക്തിയായിട്ട് വിഷ്ണു എവിടെയുണ്ടോ അവിടെയെല്ലാം ലക്ഷ്മി ഉണ്ട്. വിഷ്ണു ദ്യോവാണെങ്കിൽ വിഷ്ണു ദ്യോവ ലക്ഷ്മി. ചന്ദ്രൻ വിഷ്ണു കാന്തി ലക്ഷ്മി, വായു വിഷ്ണു ചേഷ്ട ലക്ഷ്മി, സമുദ്രം വിഷ്ണു തീരം ലക്ഷ്മി, ഇന്ദ്രൻ വിഷ്ണു ശചി ലക്ഷ്മി, യമൻ വിഷ്ണു ധൂമോർണ ലക്ഷ്മി, ധനേശ്വരൻ ഹരി ഋദ്ധി ശ്രീ വരുണൻ ഹരി ഗൗരി ലക്ഷ്മി. ഇതെല്ലാം തന്നെ സ്കന്ദൻ വിഷ്ണു ദേവസേന ലക്ഷ്മി. അപ്പൊ എന്താണ് ഇത് നമുക്ക് കാണിക്കുന്നത്? എല്ലാത്തിന്റെ കൂടെയും പിരിക്കാൻ പറ്റാതായിട്ട് അവിനാശിയായിരിക്കുന്ന ഒരു ശക്തി കൂടെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ എല്ലാത്തിന്റെയും ശക്തിയായിരിക്കുന്നത് ഇപ്പൊ കാഷ്ട ലക്ഷ്മി, നിമേഷം ഹരി, മുഹൂർത്തം ഹരി, കലശ്രീ, പ്രദീപം വിഷ്ണു, ജ്യോത്സ്ന ലക്ഷ്മി, വധു ലക്ഷ്മി, നാദസ്വരൂപൻ ഹരി, നദീരൂപിണി ലക്ഷ്മി, ധ്വജം ഹരി, പതാക ലക്ഷ്മി, തൃഷ്ണ ലക്ഷ്മി, ലോഭം വിഷ്ണു, രാഗം ഹരി, രതി ലക്ഷ്മി. എന്തിനാ നമുക്കിതിൽ കൂടുതൽ പറയാനിരിക്കുന്നു? കാരണം ഇത് ദേവാദികളിൽ മാത്രമല്ല, മനുഷ്യാദികളില്, തിര്യക്കുകളില് എല്ലാം പുരുഷനായതിനെ എല്ലാം നമ്മള് വിഷ്ണു എന്ന് പറയണു. സ്ത്രീ ആയതെല്ലാം ലക്ഷ്മിയുമാണ്. അപ്പൊ ലക്ഷ്മി നാരായണന്മാരല്ലാതെ വേറൊന്നില്ല. അപ്പൊ നമ്മളിതിനെ പല പേരില് ശിവശക്തികളെന്നും ലക്ഷ്മി നാരായണന്മാരെന്നും നമ്മള് എന്താ പറയാ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴെല്ലാം മഹാവിഷ്ണു അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ ലക്ഷ്മിയും അവതാരം എടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഭൃഗുവിന്റെ ഖ്യാതികളുടെ പുത്രിയായിട്ട് ജനിച്ച ദേവി ദേവാസുരന്മാരുടെ അമൃത മഥന വേളയിൽ വീണ്ടും ഉത്ഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ പാലാഴി മഥനത്തിന്റെ കഥ നമുക്കെല്ലാം അറിയുന്നതാണ് അല്ലെ. എപ്പോഴൊക്കെ ജനാർദ്ദനായിരിക്കുന്ന ആ മഹാവിഷ്ണു അവതരിക്കുന്നു അപ്പോഴൊക്കെ ലക്ഷ്മി ദേവിയും ഭഗവാനെ സഹായിക്കാനായിട്ട് അവതാരം എടുക്കുന്നു. വിഷ്ണു ആദിത്യനായപ്പോ ദേവി പത്മത്തിൽ നിന്ന് പിറന്നു. പത്മോദ്ഭവ എന്ന് ദേവി വിളിക്കപ്പെടുന്നു അതുകൊണ്ടാണ്. പത്മത്തിൽ ഇരിക്കുന്നവളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. അപ്പൊ വിഷ്ണു പരശുരാമനായിട്ട് അവതരിച്ചപ്പോ ലക്ഷ്മി ഭൂമിയായി, ശ്രീരാമനായപ്പോ സീതയായി, കൃഷ്ണനായപ്പോ രുക്മിണിയായി. മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങളിൽ ദേവി അവതാരങ്ങൾ കൈക്കൊണ്ടു. അപ്പൊ ദേവത്വത്തില് ദേവി ശരീരിണിയായിട്ടും മനുഷ്യാവതാരങ്ങളില് മനുഷ്യരൂപിണിയായിട്ടും ഭഗവാന്റെ ദേഹത്തിന് അനുരൂപമായ രൂപം ദേവിയും സ്വീകരിക്കുന്നു. ഒരിക്കല് ഒരു വിദ്യാധര വനിത നൽകിയ ദിവ്യമായ ഒരു പുഷ്പമാല്യം ദുർവാസാവ് മഹർഷി ദേവരാജനായ ഇന്ദ്രന് നൽകിയെന്നും ഇന്ദ്രൻ അത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചുവെന്നും വണ്ടുകളുടെ ശല്യം മൂലം ഐരാവതം ആ മാല തുമ്പിക്കൈയിലെടുത്ത് നിലത്തെറിഞ്ഞ് എറിഞ്ഞ് ചവിട്ടി അരച്ചുവെന്നും കുപിതനായ മഹർഷി ഇന്ദ്രനോട് പറഞ്ഞു, ഐശ്വര്യമതത്താൽ മത്തുപിടിച്ച് നീ അഹങ്കാരിയായി തീർന്നിരിക്കുകയാണ്. നീ ലക്ഷ്മിയുടെ ഇരിപ്പിടമായ മാല ഞാൻ നൽകിയ പ്രസാദമായി കരുതാതെ ശിരസിൽ അണിയാതെ അനാദരിച്ചതുകൊണ്ട് 3 ലോകങ്ങളിലെയും ഐശ്വര്യം നശിക്കും. അപ്പൊ സാധാരണ ബ്രാഹ്മണൻ എന്ന് കരുതി നീ എന്നെ അപമാനിച്ചതിനാൽ ത്രൈലോക്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നിനക്ക് നഷ്ടമാവട്ടെ. അപ്പൊ ദുർവാസാവിന്റെ ശാപം കൊണ്ട് ഐശ്വര്യവിഹീനനായ ഇന്ദ്രൻ മാത്രമല്ല എല്ലാ ലോകങ്ങളിലും ഐശ്വര്യം ഇല്ലാതായിട്ട് തീർന്നു. സസ്യങ്ങൾ ക്ഷയിച്ചു, യജ്ഞദാന തപാദികള് സത്കർമ്മങ്ങൾ നിലച്ചു, സർവ്വലോകവും തത്വം നശിച്ച് ദുർബലരായിട്ട് തീർന്നു. ലോഭമോഹാദികൾ അടിപ്പെട്ട ലോകർ വലഞ്ഞു. ഐശ്വര്യം അതായത് ശ്രീ ഇല്ലാത്തതിന്റെ കാരണത്തെക്കുറിച്ച് പരാശര മഹർഷി പറയുകയാണ്, സത്വം എവിടെയാണുള്ളത് അവിടെ ലക്ഷ്മിയും ഉണ്ടാവും. ലക്ഷ്മി ഉള്ളിടത്ത് സത്വവും കാണപ്പെടുന്നു. സത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭൂതി അനുസാരിയാണ്. ഐശ്വര്യമില്ലാത്തവർക്ക് സത്വവുമില്ല. അപ്പൊ ഗുണരഹിതനായവർക്ക് ബലം ശൗര്യം തുടങ്ങുക ഉണ്ടാവുന്നതല്ല. ബലശൗര്യാദികൾ ഇല്ലാത്തവൻ പരാജിതനാകുന്നു. പ്രസിദ്ധനാണെങ്കിലും സത്വരഹിതനായ പുരുഷൻ ഐശ്വര്യരഹിതനായിട്ട് തീരുന്നു. അപ്പൊ സത്വഗുണം നമുക്കറിയാമല്ലേ, ത്രിഗുണങ്ങള്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സത്വഗുണം. സത്വഗുണം ഉള്ളിടത്താണ് ലക്ഷ്മി വസിക്കുന്നത്. അപ്പോ ഇനി എന്തൊക്കെ ഉണ്ടോന്ന് പറഞ്ഞാലും സത്വഗുണം ഇല്ലെങ്കിൽ ഐശ്വര്യരഹിതനായിട്ട് തീരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഐശ്വര്യം നശിച്ച ദേവന്മാരെ ലോഭത്തിനടിപ്പെട്ട അസുരന്മാർ പരാജയപ്പെടുത്തി. അപ്പൊ ദേവകൾ ആദ്യം തന്നെ ബ്രഹ്മാവിനെയും തുടർന്ന് മഹാവിഷ്ണുവിനെയും ആശ്രയിച്ചു. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ദേവകള് അസുരന്മാരോട് ചേർന്ന് ക്ഷീരസാഗരം കടയാൻ ആരംഭിച്ചു. പാലാഴിയിൽ നിന്ന് ആദ്യം കാമധേനുവും തുടർന്ന് വാരുണി ദേവിയും പാരിജാതവും അപ്സരസുകളും ചന്ദ്രനും ഉയർന്നു വന്നു. തുടർന്ന് ഉത്പന്നമായ കാളകൂട വിഷത്തെ ശിവനും നാഗങ്ങളും സ്വീകരിച്ചു.
ധന്വന്തരി ദേവൻ ഉയർന്നു വന്നതോടുകൂടി ദേവദാനവ മുനിമാരെല്ലാം തന്നെ സ്വസ്ഥമാനസരായി ഭവിച്ചു. തദനന്തരം ഉജ്ജ്വല കാന്തിയോടുകൂടി ലക്ഷ്മി ദേവി താമരപ്പൂക്കളും കയ്യിലേന്തി വിടർന്ന താമരയിൽ ഇരിക്കുന്നവളായിട്ട് വന്നു എന്ന് പറയുന്നു. അപ്പോ ആനന്ദത്തോടെ ശ്രീ സൂക്തം കൊണ്ട് മഹർഷിമാർ ദേവിയെ സ്തുതിച്ചു. വിശ്വാവസു ആദിയായിരിക്കുന്ന ഗന്ധർവന്മാര് ദേവിയുടെ മുമ്പിൽ പാടുകയും ഘൃതാജി തുടങ്ങിയ അപ്സരസുകൾ നൃത്തമാടുകയും ചെയ്തു. ദേവിയുടെ ആ ഒരു സ്നാനത്തിനായിട്ട് ഗംഗാതി ഉള്ള നദികള് എത്തിച്ചേർന്നു. ആ അഷ്ടഗജങ്ങള് സ്വർണപാത്രത്തിൽ നിറച്ച് വിമലമായ ജലം കൊണ്ട് ദേവിക്ക് അഭിഷേകം നടത്തി. ക്ഷീരസാഗരം രൂപം കൈക്കൊണ്ട് ദേവിക്ക് പാടാത്ത താമരപ്പൂമാല അർപ്പിച്ചു. വിശ്വകർമാവ് ദേവിക്ക് ആഭരണങ്ങൾ സമ്മാനിച്ചു. ദിവ്യ വസ്ത്രമാലകള് അണിഞ്ഞവളും പുണ്യ ജലാഭിഷിക്തയും സർവാഭരണ വിഭൂഷിതയുമായിരിക്കുന്ന ലക്ഷ്മി ദേവി ആ ദാനവ മഹർഷി ആദികളെ എല്ലാം നോക്കി നിൽക്കെ മഹാവിഷ്ണുവിന്റെ മാറിൽ ചെന്ന് ചേർന്നു. ലക്ഷ്മി ദേവിയുടെ പുനരാവിർഭാവത്തില് ദേവാദികൾക്കും സമസ്ത ഭുവനങ്ങൾക്കും ഐശ്വര്യം തിരിച്ചു കിട്ടി. മഹാവിഷ്ണുവിൽ തൽപരരല്ലാത്ത തിരിഞ്ഞു നിന്നതുകൊണ്ട് അസുരന്മാർക്ക് ലക്ഷ്മിയുടെ കടാക്ഷം കിട്ടാതെ പോയി. അപ്പൊ അവരതിൽ വളരെ വിഷമിച്ചു. കാരണം മഹാവിഷ്ണുവില് ഒട്ടും താല്പര്യമില്ല ദേവന്മാർക്ക്, അല്ലെ, അസുരന്മാർക്ക്. അപ്പൊ അവര് തിരിഞ്ഞു നിന്നത് കൊണ്ട് ലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞാല് ലക്ഷ്മി ഒന്ന് നോക്കിയാൽ മതി, അല്ലെ, ഐശ്വര്യ ദേവതയാണ് ലക്ഷ്മി. അപ്പോ അസുരന്മാരെന്ത് ചെയ്തു? അമൃതമായിട്ട് കടന്നു കളഞ്ഞു. മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത് അവരിൽ നിന്ന് അമൃത് വീണ്ടെടുത്തു. ദേവകൾക്ക് നൽകി അസുരന്മാരെ പരാജിതരാവുകയും ചെയ്തു. അങ്ങനെ 3 ലോകവും ഐശ്വര്യപൂർണമായി. സ്വർഗത്തിലെത്തിയ ദേവേന്ദ്രൻ മഹാലക്ഷ്മിയെ സ്തുതിച്ചു എന്നാ പറയുന്നത്. ഇപ്പൊ ഇന്ദ്രന്റെ സ്തുതിയിൽ പ്രീതിയായ ദേവി ത്രൈലോക്യത്തെ ഒരിക്കലും ഞാൻ ത്യജിക്കുന്നതല്ലെന്നും ആ ഒരു മഹാലക്ഷ്മി ഇന്ദ്രൻ ആ ഒരു ജപം ചെയ്യുന്നിടം വരെ എന്താ പറയാ, ഈ ഒരു വലിയ സ്തുതിയാണത്. ആ സ്തുതി കൊണ്ട് എപ്പോഴൊക്കെയാണോ ഇന്ദ്രൻ തന്നെ പൂജിക്കുന്നത് ഉറപ്പായിട്ടും താൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വരം നൽകി അനുഗ്രഹിക്കുകയാണ്. ഇപ്പൊ ലക്ഷ്മി ദേവിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് വൈവർത്തവ പുരാണത്തിലെ പ്രകൃതി ഖണ്ഡത്തില് 36-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ആദ്യകാലത്ത് മണ്ഡലത്തിൽ ഇരുന്നരുളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാമഭാഗത്തു നിന്ന് ഒരു ദേവി ഉത്ഭവിച്ചു. 12 വയസ്സുള്ളവളും അതിസുന്ദരിയും ചമ്പകപ്പൂവിന്റെ നിറത്തോടു കൂടിയവളും കോടി ചന്ദ്രകാന്തിയോട് കൂടിയവളുമായിരിക്കുന്ന ദേവി പ്രാദുർഭവിച്ച ഉടനെ തന്നെ ഒരു 2ആയിട്ട് മാറി. സമാനമായ ഇരട്ടകളെ പോലെ ഭവിച്ച ദേവിമാര് ഗുണശീലാദികളോട് കൂടിയവരായിരുന്നു. വാമഭാഗത്തുള്ള രൂപം ലക്ഷ്മിയായും ദക്ഷിണഭാഗം രാധയുമായിട്ടാണ് മാറിയത്. രാധ ഉടനെ തന്നെ ആ ഒരു ദ്വിബാഹുവായിരിക്കുന്ന കൃഷ്ണനെ വരിച്ചു. കൃഷ്ണനെ തന്നെ പ്രാപിക്കാൻ ഇച്ഛിച്ച മഹാലക്ഷ്മിയെ ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണുവായി ചമഞ്ഞു. അപ്പൊ ഭഗവാൻ പരിഗ്രഹിച്ച് സന്ദിഗ്ധമായ ദൃഷ്ടിയാൽ വിശ്വത്തെ മുഴുവൻ വീക്ഷിക്കുന്നത് കൊണ്ടും ദേവിമാരിൽ മഹതിയായതിനാലും മഹാലക്ഷ്മി എന്ന ദേവിക്ക് നാമം ലഭിച്ചു. പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ലക്ഷ്യതേ ദൃശ്യതേ വിശ്വം. കാരണം അതുകൊണ്ട് മഹാലക്ഷ്മി, കാരണം ഈ പറഞ്ഞ നമ്മുടെ ഓരോ ജന്മത്തിന്റെ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി. അപ്പൊ അങ്ങനെ എന്താ പറയാ, ദ്വിഭുജനായിരിക്കുന്ന കൃഷ്ണൻ രാധയോടൊത്ത് ഗോലോകത്തിലും ചതുർഭുജനായിരിക്കുന്ന വിഷ്ണു ലക്ഷ്മിയോടൊത്ത് വൈകുണ്ഠത്തിലും വസിക്കുന്നു. അപ്പൊ മഹാലക്ഷ്മി യോഗവിദ്യയാൽ നാനാരൂപിണിയായിട്ട് മാറി. വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയും സ്വർഗത്തിലെ സ്വർഗലക്ഷ്മിയായും പാതാളത്തിലെ ഭൂമിയിലും രാജലക്ഷ്മിയായിട്ടും വീടുകളില് ഗൃഹലക്ഷ്മിയായിട്ടും മാറി. അങ്ങനെ ദേവി പല രൂപങ്ങളും ഗോക്കളില് പശുക്കളില് സുരഭിയായിട്ടും യജ്ഞങ്ങളില് ദക്ഷിണയായിട്ടും പാലാഴിയില് സിന്ധു കന്യകയായിട്ടും ചന്ദ്രനില് ശോഭയായിട്ടും വിഭൂഷണങ്ങളില് രത്നവുമാണ് ദേവി. ഫലങ്ങൾ, ജലം, രാജാക്കന്മാര്, രാജപത്നിമാര്, ഗൃഹങ്ങള്, ദിവ്യ സ്ത്രീകള്, സസ്യങ്ങള്, വസ്ത്രങ്ങൾ, പ്രതിമകൾ, മംഗളവസ്തുക്കൾ, മംഗളഘടകങ്ങൾ എല്ലാം തന്നെ മാണിക്യം, മുത്ത്, ഹാരം, ക്ഷീരം, ചന്ദനം തുടങ്ങിയവയിലെല്ലാം ദേവി വസിക്കുന്നു. ഇതെല്ലാം ഐശ്വര്യം. നമ്മള് വസ്തുക്കൾ വെക്കുമില്ല, അഷ്ടമംഗല്യം എന്ന് പറഞ്ഞ എല്ലാം തന്നെ ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളാണ്. വൈകുണ്ഠത്തിൽ വെച്ച് മഹാവിഷ്ണുവാണ് ദേവിയെ ആദ്യം പൂജിച്ചത്. പിന്നീട് ബ്രഹ്മാവും ശിവനും പൂജിച്ചു എന്ന് പറയുന്നു.
ക്ഷീരസാഗരത്തിൽ വെച്ച് വിഷ്ണുവും ദേവിയെ പൂജിച്ചു. തുടർന്ന് സ്വയംഭൂവായ മനുവും മുനിമാരും ഗന്ധർവന്മാരും നാഗങ്ങളും ദേവിയെ പൂജിച്ചു. അപ്പോ ഈ ചൈത്ര പൗഷ ഭാദ്ര മാസങ്ങളില് ചൊവ്വാഴ്ച ദിവസം മഹാവിഷ്ണു പൂജിക്കുന്നു. ശുക്ലാഷ്ടമിയില് ബ്രഹ്മാവ് ദേവിയെ പൂജിച്ചു എന്ന് പറയണു. ബാക്കി എല്ലാവരും തന്നെ ഇന്ദ്രൻ, ബലി, ധ്രുവൻ, ഉത്താനപാദൻ, കശ്യപൻ, ദക്ഷൻ, വൈവസുത മനു, പ്രിയവ്രതൻ, കുബേരൻ, വായു, യമൻ തുടങ്ങിയ എല്ലാവരും ദേവിയെ പൂജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കെല്ലാം ഈ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അപ്പൊ സർവ്വ ഐശ്വര്യപ്രദാത്രിയും സർവ്വ സമ്പദ് സ്വരൂപിണിയുമാണ് മഹാലക്ഷ്മി. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഈ ഒരു ദേവിക്ക് തന്നെ ദേവിയുടെ ഉൽപ്പത്തിയെ കുറിച്ച്, ദേവി എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ പലതിലായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിലെ ഏറ്റവും വലിയ വിശേഷമായിട്ട് കമലാവാസിന്യെ സ്വാഹ എന്നുള്ള ഒരു ലക്ഷ്മി ദ്വാദശാക്ഷര മന്ത്രമുണ്ട്. അതില് ബീജങ്ങളുണ്ട്. അത് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അത് കുബേരൻ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടാൻ വേണ്ടി ദേവിയെ പൂജിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോ ഈ പറയുന്നവരെല്ലാം തന്നെ ഐശ്വര്യം എന്നുള്ള ആ ഘടകത്തിന് വേണ്ടിയിട്ട് ദേവിയെ പൂജിക്കാം. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാല് ഐശ്വര്യം. അപ്പൊ നമ്മളിപ്പോ ഈ 10 മഹാവിദ്യകളിലൂടെ സഞ്ചരിച്ചപ്പോ തന്നെ 10ാമത്തതായിട്ട് എന്താ, ഈ മഹാവിദ്യകളെല്ലാം നമ്മുടെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന വസ്തുക്കളെല്ലാം ഹനിച്ചതിന് ശേഷമാണ് 10ാമത്തെ മഹാവിദ്യ സർവൈശ്വര്യം തരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് സാധകനെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ, ദേവി അല്ലെ, ആ ഒരു തന്റെ സ്വരൂപത്തിൽ എത്തിച്ചേരുന്ന ഒരു ജീവന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും മറ്റുള്ള ഈ 9 പേരും മാറ്റി അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യത്തിൽ എത്തിച്ചേർന്നു. അതാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ ശ്രീമദ് ദേവി ഭാഗവതം അനുസരിച്ച് മഹാലക്ഷ്മിയുടെ ഉത്ഭവം പരാശക്തിയിൽ നിന്നാണെന്ന് പറയുന്നു. ഒരിക്കലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ദേവിയുടെ, അതായത് പരാശക്തിയുടെ വാസസ്ഥാനത്തെത്തി. അതോടുകൂടി ത്രിമൂർത്തികള് സ്ത്രീ രൂപികളായി തീർന്നു. മൂവരും പരാശക്തിയെ സ്തുതിച്ചുവെന്നും സംപ്രീതിയായ ദേവി മൂവർക്കും വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ദേവി വിഷ്ണുവിനോട് പറയുന്നു, എന്താ പറയാ, ദേവി വിഷ്ണുവിനോടും ബ്രഹ്മാവ് സരസ്വതിയോടും എന്താ പറയാ പരമശിവന് ഗൗരിയെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ത്രിമൂർത്തികൾ ഉണ്ടായതും ത്രിശക്തികൾ ഉണ്ടായതും. അപ്പൊ മൂവരും ദേവിയെ വന്നിച്ച് ഭക്തിമാരോടൊത്ത് മധുകൈടപന്മാരെ നിഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്ങനെ ത്രിമൂർത്തികളുടെ സ്ത്രീരൂപം നീങ്ങി എന്നാ പറയുന്നത്. അപ്പൊ ദേവീ പുരാണം, അതായത് മഹാഭാഗവത അനുസരിച്ച് പരാശക്തി 5 വ്യത്യസ്ത മുഖങ്ങൾ സ്വീകരിച്ച് ത്രിമൂർത്തികളുടെ ഭക്തിമാരായി മാറിയത് കാണാം. ത്രിമൂർത്തികളെ സൃഷ്ടിച്ച ശേഷം ദേവി അവര് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവായിട്ടും വിഷ്ണു പാലകനായിട്ടും ശിവൻ സംഹാരകനുമായിട്ട് നിയോഗിക്കപ്പെട്ടു. അപ്പൊ ദേവി പറയുന്നു, നിങ്ങൾ 3 പേരും ഒരേ മനസ്സായിരുന്ന എന്റെ ആജ്ഞയാൽ ഉണ്ടാകുന്ന സൃഷ്ടിയാദി കാര്യങ്ങളിൽ ആവശ്യമുണ്ടാകുമ്പോഴൊക്കെ അന്യോന്യം സഹായിച്ചു കൊടുക്കണം. നിങ്ങളുടെ മനസ്സിനെ വിനോദിപ്പിക്കുന്നതിൽ ഞാൻ 5 സ്ത്രീരൂപം ധരിച്ച് നിങ്ങളോട് ഒത്ത് വിഹരിക്കുന്നതാണ്. തുടർന്ന് ലോക സൃഷ്ടി ആരംഭിച്ച ബ്രഹ്മാവിനെ പൂർണ്ണശക്തിയായ ഭഗവതി തന്റെ അംശം കൊണ്ട് സാവിത്രി ദേവിയായിട്ട് അവതാരം പ്രാപിച്ചു. ആ ദേവിയെ സന്ധ്യതോറും ബ്രാഹ്മണർ ഉപാസിക്കുന്നു. അപ്പൊ അതുപോലെ ലോകപാലനം ചെയ്യേണ്ട വിഷ്ണുവിനെ ശ്രീ പരാശക്തി ലക്ഷ്മിയായിട്ടും വാണിയുമായിട്ടും വരിച്ചു. തന്റെ ദൃഢശക്തിയോടുകൂടി ഉപാസിച്ച പരമശിവനെ ദേവി പൂർണ്ണശക്തിയായ ആദ്യം സതീരൂപത്തിലും പിന്നെ പാർവതീ രൂപത്തിലും, അതായത് ദുർഗാരൂപിണിയായിട്ട് ഗംഗാരൂപത്തിലും വരിച്ചു എന്ന് പറയുന്നു. പുരുഷനെയും പ്രകൃതിയും സൃഷ്ടിച്ചത് ദേവിയാണ്. തുടർന്ന് ദേവി സ്വേച്ഛയാൽ പത്മ, വിദ്യ, മായ എന്നിങ്ങനെ 3 ശക്തികളായിട്ട് പിരിഞ്ഞു. ദേവിയുടെ വിദ്യാശക്തി അഥവാ പരാവിദ്യ സ്വയം 5ആയിട്ട് പിരിഞ്ഞു. ആ 5 പേരാണ് ഗംഗ, ദുർഗ, സാവിത്രി, ലക്ഷ്മി, ശാരദ. ഈ 5 വിദ്യാശക്തികൾ, ഇവരിൽ ദുർഗയും ഗംഗാദേവിയും പരമശിവനെയും, ലക്ഷ്മിയും ശാരദാദേവിയും വിഷ്ണുവിനെയും വരിച്ചു. അപ്പൊ ഈ ലളിതോപാഖ്യാനം അനുസരിച്ച് കാമാക്ഷിയായിട്ടുള്ള ലളിതാ ത്രിപുരസുന്ദരിയുടെ നേത്രങ്ങളിൽ നിന്നാണ് ലക്ഷ്മി സരസ്വതിമാർ ഉത്ഭവിച്ചതെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ കാഞ്ചിയില്, അതായത് കാഞ്ചീപുരത്ത് നിത്യവാസം ചെയ്യുന്ന ലളിതാദേവി തന്റെ, നമുക്കറിയാം ഭൂമിയില് ആദ്യമായിട്ട് ലളിതാ ത്രിപുരസുന്ദരി അവതരിച്ച സ്ഥലമാണ് കാഞ്ചി കാമാക്ഷി പീഠം, അല്ലെ, കാഞ്ചീപുരം. അപ്പൊ അവിടെ നിത്യവാസം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ അവിടെ നിത്യവാസം ചെയ്യുന്ന ലളിതാദേവി തന്നെ ദർശിക്കാൻ എത്തിയ ബ്രഹ്മദേവനെ വലതു നേത്രം കൊണ്ടും വിഷ്ണുവിനെ ഇടതു നേത്രം കൊണ്ടും കടാക്ഷിച്ചു. ദേവിയുടെ ദൃഷ്ടിയിൽ നിന്ന് സരസ്വതി, ലക്ഷ്മിമാർ
പ്രഭാപുഞ്ചമാകുന്ന പഞ്ചരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവരായിട്ട് കാണപ്പെട്ടു. അവർ ലളിതാദേവിയെ സ്തുതിച്ച് നമസ്കരിച്ചുവെന്നും കഥ. ദേവിയെ സേവിക്കുന്നവരായിട്ട് ഗംഗാ യമുനമാരും 3.5 കോടി തീർത്ഥ ദേവതമാരും അവിടെ സന്നിഹിതരായി. വാണി ലക്ഷ്മിമാരെ ഗംഗാ യമുനമാരുടെ കയ്യിൽ നിന്ന് ആ ചാമരങ്ങൾ വാങ്ങി അമൂല്യ രത്നങ്ങൾ പതിച്ച കിങ്ങിണികളാൽ ശോഭിക്കുന്ന കരങ്ങളാൽ അവർ ലളിതാദേവിയെ വീജനം ചെയ്തു. ലളിതാദേവിയുടെ ഇരുവശങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ലക്ഷ്മി വാണി സേവിതായേ നമ. അപ്പൊ അവര് രണ്ടുപേരും ദേവിയെ ആ ഒരു ചാമരം കൊണ്ട് വീശുന്ന രീതിയിലാണ് നമ്മൾ അവരെ കാണപ്പെടുന്നത്. അപ്പോ ഈ വാണി ലക്ഷ്മിമാരെ എപ്പോഴും ദേവിയുടെ പാർശ്വത്തിൽ കാണാം, ലളിതാദേവിയുടെ. കാരണം അമ്മയുടെ നേത്രത്തിൽ നിന്നുണ്ടായവരാണ് അവര്. അപ്പൊ ലളിതാദേവിയുടെ നേത്രങ്ങളിൽ നിന്ന് ജനിച്ച വാണി ലക്ഷ്മിമാരെ കണ്ട് സകലരും വിസ്മയിച്ചു. അക്ഷിയിൽ നിന്ന്, അതായത് കണ്ണിൽ നിന്ന്, കാ എന്നാൽ സരസ്വതി, മാ എന്നാൽ ലക്ഷ്മി അല്ലെ, ഇവരെ ജനിപ്പിച്ചതായതുകൊണ്ട് ലളിതാംബികയ്ക്ക് കാമാക്ഷി എന്നുള്ള നാമം കിട്ടി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പൊ കാ സരസ്വതി, മാ ലക്ഷ്മി, ഈ രണ്ടുപേരും ദേവിയുടെ കണ്ണുകളാണ്. അതുകൊണ്ട് അമ്മ കാമാക്ഷി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. കാമാക്ഷി നാമോച്ചരണത്താല് ദേവി പ്രസാദിക്കുന്നു. കാ, മാ, അക്ഷി, ഈ 3 വർണ്ണങ്ങളും സർവമംഗളങ്ങളും തരുന്നതാണ്. കാമാക്ഷി എന്നുള്ള പേര് തന്നെ, കാരണം ഈ കാമാക്ഷി ജപിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലളിതാ ത്രിപുരസുന്ദരിയെ മാത്രമല്ല ജപിക്കുന്നത്, ഈ പറയുന്ന സരസ്വതിയും ലക്ഷ്മിയും ജപിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാമാക്ഷി ദേവി സരസ്വതിയോട് ആ വേദാംഗ പാരംഗതനായിരിക്കുന്ന ബ്രഹ്മാവില് നിത്യവാസം ചെയ്യാൻ നിർദ്ദേശിച്ചു. സരസ്വതി ദേവി ചാമരം ഗംഗയെ ഏൽപ്പിച്ച് ബ്രഹ്മദേവന്റെ വദനത്തിൽ സ്ഥിതി കൊണ്ടു. അതേ പ്രകാരം ലക്ഷ്മി ദേവി കാമാക്ഷി നിർദ്ദേശമനുസരിച്ച് വിഷ്ണുവിന്റെ മാറിടത്തിലും സ്ഥിതി ചെയ്തു. അപ്പൊ 3 പേരെയും 3 ലളിതാദേവി പറഞ്ഞതനുസരിച്ച് തന്നെ അവര് താമസം ഉറപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ ദേവി മഹാത്മ്യത്തിൽ ഇനി എന്താ പറയുന്ന മഹാലക്ഷ്മിയെ കുറിച്ച്? ദേവി മഹാത്മ്യം മധ്യമചരിതത്തിന്റെ സാരം ഇങ്ങനെയാണ്. കാരണം ദേവാദികളെ പരാജിതരാക്കിയ മഹിഷാസുരൻ ത്രിലോകങ്ങളെയും തന്റെ അധീനതയിലാക്കിയെന്നും ഗതികെട്ട ദേവകളെ ബ്രഹ്മദേവനോടൊപ്പം ഹരിഹരന്മാരെ അഭയം പ്രാപിച്ചു. ദേവകളുടെ ദുസ്ഥിതി കേട്ട് കുപിതനായിരിക്കുന്ന മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും മുഖത്ത് നിന്ന് ഓരോ മഹത്തായിരിക്കുന്ന തേജസ്സുകൾ പുറപ്പെട്ടു വന്നു. അതേ പ്രകാശം തന്നെ ഇന്ദ്രാദി ദേവകളിൽ നിന്നും തേജസ്സുകൾ പുറപ്പെട്ടു. അവയെല്ലാം ഒന്നു ചേർന്ന് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു തേജോ പുഞ്ചം ഉത്ഭവിച്ചു. അപ്പൊ തേജോ രാശിയിൽ നിന്ന് ഉത്ഭവിച്ച ദേവിയെ കണ്ട് ദേവകൾ സന്തോഷിച്ചു. അവർ ദേവിക്ക് താന്താങ്ങളുടെ ആയുധങ്ങൾ നൽകി. വിഷ്ണു ചക്രവും, ശിവൻ ശൂലവും, വരുണൻ ശംഖും, അഗ്നി ശക്തിയും, വായു ചാപവും, ഇന്ദ്രൻ വജ്രവും, മറ്റ് ദേവന്മാർ ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം ദേവിക്ക് കൊടുത്തു. ദേവി മഹാത്മ്യത്തിൽ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിംഹവാഹിനിയായിട്ട് പ്രശോഭിച്ച ദേവിയുടെ അട്ടഹാസങ്ങള് ത്രിലോകങ്ങളും വിറച്ചു. ഈ ശബ്ദഘോഷം കേട്ട് അമ്പരന്ന മഹിഷൻ പടയോടുകൂടി ദേവിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. തുടർന്ന് മഹിഷ സൈന്യം ദേവിയുമായിട്ട് ഏറ്റുമുട്ടി. ചിക്ഷുരൻ, ഉദഗ്രൻ, അസിലോമൻ, ബാഷ്കളൻ, ഉഗ്രദർശനൻ അല്ലെ, ബിഡാളൻ തുടങ്ങിയ മഹാസുരന്മാരെല്ലാം ദേവിയോട് ഏറ്റുമുട്ടി യമപുരി പോകി. തന്റെ സേന നശിച്ചത് കൊണ്ട് കുപിതനായിരിക്കുന്ന മഹിഷൻ ദേവിയോട് നേരിട്ട് വന്ന് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദേവി തന്റെ ഖഡ്ഗത്താൽ മഹിഷനെ നിഗ്രഹിച്ചു. അങ്ങനെ സന്തുഷ്ടരായിരിക്കുന്ന ദേവാദികള് ദേവിയെ സ്തുതിച്ചു. നമുക്കറിയാം അല്ലെ, ദേവിയ ഏയാ തദമിതം ജഗതാത്മശക്തിയ നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ താം അംബിക അഖില ദേവ മഹർഷി പൂജ്യം എന്ന് തുടങ്ങുന്ന ഭക്ത്യാനദാസ്മ വിദദാതു ശുഭാനിസാന എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിരിക്കുന്ന ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങള് ഏതുവരെയാണ്? ആ ദുർഗേ സ്മൃതാ ഹരസി ഭീതി മശേഷ ജന്തോ തുടങ്ങിയിട്ടുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ആ ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങളാണ്. ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികെ ഖണ്ഡാസ്വനേന പാഹി ചാബജ്ജാനി സ്വനേന ജ അല്ലെ, മൃത്യുഞ്ജയ മന്ത്രം. ഇത് നമ്മള് ദേവി മഹാത്മ്യത്തിലെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നു. ദേവി മഹാത്മ്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മന്ത്രമാണിത്. നമ്മുടെ എല്ലാ എന്താ പറയാ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന മൃത്യുഞ്ജയം പോലെ, മൃത്യുവിനെ ജയിക്കാൻ രക്ഷിക്കുന്ന ഒരു മന്ത്രം പോലെ ദേവിയുടെ മൃത്യുഞ്ജയ മന്ത്രമാണ് ശൂലേന പാഹിനോ ദേവി. ദിവസവും ഇത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ, എല്ലാ സൈഡിലും അമ്മ രക്ഷിക്കട്ടെ. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേന ആത്മശൂലസ്യ ഉത്തരാംസ്യാം തഥേശ്വരി സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യ വിചരന്തി തേ യാനി ജാത്യന്ത ഘോരാണി തൈരസ്മാൻ തഥാ
രക്ഷ സർവത ഖഡ്ഗശൂല ഗദാദീനി യാനി ശാസ്ത്രാണി അംബികെ കരപല്ലവ സംഗീത് തൈ രക്ഷാസ്മതാം തഥാഭുവം. ദേവി മഹാത്മ്യത്തില് ദേവിയുടെ പല രൂപങ്ങൾ പറയുന്നു. അപ്പൊ ദേവി ഓരോ ദിക്കുകളിലും എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. വളരെ വിശേഷപ്പെട്ട മഹാലക്ഷ്മി സ്തുതികളിൽ ഇതെല്ലാം വരും. ദേവകൾ ഈ വിധം സ്തുതിച്ച് സുഗന്ധ പുഷ്പങ്ങളാൽ ദേവിയെ പൂജിച്ചുവെന്നും പൂജിച്ചു. ദേവി അനുഗ്രഹിച്ച ദേവകളെ അനുഗ്രഹിച്ച മഹാലക്ഷ്മിയും മഹിഷാസുരമർദ്ദിനിയുമായിരിക്കുന്ന ദേവി അന്തർധാനം ചെയ്തു. ഇപ്പൊ ജപമാല, മഴു, ഗദ, അസ്ത്രം, വജ്രായുധം, താമരപ്പൂവ്, വില്ല്, കമണ്ടലു, ദണ്ഡ്, ശക്തി, വാള്, മണി, പരിച, ചാട്ട, ശൂലം, കയർ, ചക്രം, പാത്രം എന്നീ ധരിച്ച 18 തൃക്കൈ. അമ്മയെ കാണുമ്പോൾ മഹാലക്ഷ്മിയുടെ അവതാരം എങ്ങനെയാണ് ദേവി മഹാത്മ്യത്തില്? ആ 18 ഭുജങ്ങളോട് കൂടി. അപ്പൊ 18 ആയുധങ്ങളാണ് തന്റെ ഭക്തരെ രക്ഷിക്കാനായിട്ട് അമ്മ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതിലെ ശൂലേന പാഹിനോ പറയുമ്പം അമ്മ ദിക്കുകളെ സംരക്ഷിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ദേവിയുടെ 18 തൃക്കൈകളില് എന്താ പറയാ 18 ആയുധങ്ങൾ. ഈ ആയുധങ്ങളെല്ലാം തന്നെ ദേവിക്ക് വേണ്ടിയിട്ടല്ല, ഭക്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ദേവി കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ സുസ്മേര വദനത്തോടു കൂടി താമരപ്പൂവിലിരിക്കുന്ന മഹിഷാസുര നിഗ്രഹയായിരിക്കുന്ന മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നു. ഇതാണ് മഹാലക്ഷ്മി ധ്യാനം. 4 വരിയുള്ള സാധാരണ മഹാലക്ഷ്മി ധ്യാനം ഏതാണെന്ന് വെച്ചാൽ അക്ഷസ്രക് പരശും ഗതേഷു കുലിശം പത്മം ധനുഷ്കുണ്ടികാം ദണ്ഡം ശക്തിമസീം ച ചർമ്മജലജം ഖണ്ഡാസുരഭാജനം ശൂലം പാശ സുദർശനേന ച ദദതീം ഹസ്തൈ പ്രസന്നാനനം സേവേ സൈരിഭമർദ്ദിനീമിഹ മഹാലക്ഷ്മിയും സരോജസ്ഥിതാം. താമരയിലിരിക്കുന്ന ദേവിയെ ഞാൻ സ്തുതിക്കുന്നു. വളരെ വിശേഷപ്പെട്ട ധ്യാനാണ്. സർവാഭരണ വിഭൂഷിതയായിട്ട് ചതുർഭുജയായിട്ട് താമരപ്പൂവിൽ ഇരുന്ന് അരുളുന്നവളായിട്ട് ഗജവീരന്മാര് തുമ്പിക്കൈയിലേന്തിയ കുംഭങ്ങളില് ജലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നവളായിട്ട് ഉജ്ജ്വല ശരീരകാന്തിയോട് കൂടിയവളായിട്ട് മഹാവിഷ്ണു പ്രേയസിയായിരിക്കുന്ന മഹാലക്ഷ്മിയെ ധ്യാന ശ്ലോകത്തിൽ അത് അങ്ങനെ ധ്യാനിക്കുന്നത് വളരെ വിശേഷമാണ്. കൈകളിൽ 2 താമരപ്പൂക്കള്, വരദ മുദ്രകൾ എന്നിവയോട് കൂടിയാണ് സാധാരണഗതിയിൽ ചതുർഭുജയായിരിക്കുന്ന ദേവിയെ ചിത്രീകരിക്കുന്നത്. ശ്രീ ഭഗവതി ഭാവത്തില് വെളുത്ത വസ്ത്രം അണിഞ്ഞവളായിട്ടും മഹാലക്ഷ്മി ഭാവത്തിൽ ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞവളായിട്ടും ദേവിയെ ധ്യാനിക്കുന്നുണ്ട്. നെൽക്കതിര്, കൗസ്തുഭം, 2 താമരപ്പൂക്കൾ ധരിച്ചവളായിട്ടും താമരപ്പൂക്കളും സ്വർണ്ണ കുംഭവും കണ്ണാടിയും ധരിച്ചവളായിട്ട് താമരപ്പൂക്കളും അമൃത കലശവും വില്വ ഫലവും ധരിച്ചവളായിട്ട് ഇങ്ങനെ പല രീതിയിൽ മഹാലക്ഷ്മി ധ്യാനങ്ങളുണ്ട്. അപ്പോ ഇതിൽ ഏതാണെങ്കിലും ശരി ദേവിയെ എങ്ങനെ ധ്യാനിച്ചാലും പൂർണ്ണ ഐശ്വര്യം മഹാലക്ഷ്മി എന്ന് കേൾക്കുമ്പോ തന്നെ പൂർണ്ണ ഐശ്വര്യമാണ് കൊടുക്കുന്നത്. ഇപ്പൊ മൂകാംബിക ദേവിയുടെ മൂലമന്ത്ര ധ്യാന ശ്ലോകത്തിലെ ശംഖചക്ര വരദാഭയ ഹസ്തത്തോടു കൂടിയ മഹാലക്ഷ്മിയാണ് വർണ്ണിക്കുന്നത്. കാരണം അവിടെ കോലാപുര മഹാത്മ്യത്തിൽ നൽകിയിരിക്കുന്ന ധ്യാനങ്ങൾ അങ്ങനെയാണ്. അപ്പോ സപ്തമാതൃക്കളായിരിക്കുന്ന ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്നിവരോടൊപ്പം തന്നെ മഹാലക്ഷ്മിയും ഉൾപ്പെടുത്തിയ അഷ്ടമാതൃക്കള് അല്ലെ. ആദ്യം ഏഴ് പേരാണ് ഉണ്ടായിരുന്നത്. സപ്തമാതൃക്കൾ പിന്നെ അഷ്ടമാതൃക്കളായിട്ട് മാറി. അതിൽ 8ാമത്തത് മഹാലക്ഷ്മിയാണ്. അങ്ങനെ ഒരു ക്രമമുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി ഇങ്ങനെ 8 രൂപങ്ങളില് ദേവിയെ ആരാധിക്കാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ശ്രീവിദ്യ ഉപാസനയില് ദേവിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ശ്രീ സൂക്തമാണ്. ശ്രീ സൂക്തത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ശ്രീവിദ്യ ഉപാസനയിൽ അല്ലെങ്കിൽ ശ്രീചക്ര ഉപാസനയിൽ ശ്രീ സൂക്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ലക്ഷ്മി പൂജയിലെ പ്രമുഖ സ്ഥാനമുള്ള വൈദിക സൂക്തമാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത്. പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന മഹാലക്ഷ്മിയെ ശ്രീ സൂക്തം ചൊല്ലി മഹർഷിമാരും ദേവകളും പൂജിച്ചു എന്നാണ് നമ്മൾ കഥ കേട്ടിട്ടുള്ളത് ഇല്ലേ. അപ്പോ എങ്ങനെയാണ് ഓ മഹാലക്ഷ്മി മഹാദേവിയെ ച വിദ്മഹേ വിഷ്ണു ഭക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയ. മഹാലക്ഷ്മി ഗായത്രിയാണിത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ത്രിപുര ഉപാസനയിൽ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ത്രിപുര ഉപാസനയില് ശ്രീ സൂക്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ത്രിപുരാർണവ തന്ത്രത്തിലാണ് അത് പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു ത്രിപുര രഹസ്യത്തിലും പറയുന്നുണ്ട്. കാരണം ഹിരണ്യവർണ്ണം തുടങ്ങി പുരുഷാനഹം വരെയുള്ള 15 ഋക്കുകളുള്ള പൂജ ത്രിപുരാദേവിക്ക് വളരെ പ്രീതി നൽകുന്നതാണെന്ന് പറയുന്നു. ഇപ്പൊ ശ്രീവിദ്യയുടെ സൂക്തമായതുകൊണ്ട് ഇതിനെ ശ്രീ സൂക്തം എന്നും, ശ്രീവിദ്യ ത്രിപുരയായതിനാൽ ഇതിനെ ത്രിപുര സൂക്തം എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇത്
മഹാലക്ഷ്മി സൂക്തമാണ്. മഹാലക്ഷ്മി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോ ജപിച്ച എന്താ പറയുക, ദേവന്മാര് ജപിച്ചതാണ്. പക്ഷെ ഇതിനെ അറിയപ്പെടുന്നത് ആ ഒരു ശ്രീ സൂക്തം എന്നല്ല. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ, ത്രിപുരയാണ് അല്ലെ, ത്രിപുര സുന്ദരിയാണ്. അതിനുകൊണ്ട് ഇതിനെ ത്രിപുര സൂക്തം എന്ന് വരെ അറിയപ്പെടുന്നുണ്ട്. ഈ സൂക്തത്തിലുള്ള അർച്ചനയില് 64 ഉപചാരങ്ങളും യോജിപ്പിക്കാം. ശ്രീ സൂക്തം കൊണ്ട് ദേവിക്ക് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ ചെയ്യാറുണ്ട്. സാധാരണ ഗുരുപൂർണിമയ്ക്ക് അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ നമ്മളെ ദേവിപുരത്തൊക്കെ ഇതേപോലെയാണ് ചെയ്യുന്നത്. 64 ഉപചാരങ്ങൾ ശ്രീ സൂക്തത്തിൽ കൊടുക്കാറുണ്ട്. അപ്രകാരമുള്ള പൂജയിലൂടെ എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം, സമസ്ത പാപങ്ങളും നീങ്ങുന്നു. ദേവിക്ക് 64 ഉപചാരം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് 64 അർത്ഥവൃത്താദികളുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ആ കൊടുക്കുന്ന ഉപാസകന്റെ എല്ലാ പാപങ്ങളും നീങ്ങുന്നു. കർമ്മലോപ ദോഷങ്ങൾ നീങ്ങുന്നു. സൗഭാഗ്യവിദ്യ മന്ത്രാക്ഷരങ്ങളാല് സമ്പുടിതമാക്കി ഹവനം ചെയ്താല് ലളിതാ ഭഗവതി, അതായത് ലളിതാ ത്രിപുര സുന്ദരി വാഞ്ചിതാർത്ഥം പ്രദാനം ചെയ്യുന്നു. ബില്ലുപത്രം കൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ പാപനാശം ഉണ്ടാകുന്നു, സൗഭാഗ്യ സമ്പദ് പ്രാപ്തി ഉണ്ടാകുന്നു. സുഗന്ധ കുസുമങ്ങളാൽ ഹവനം ചെയ്താൽ സൗഖ്യം. തിലം, അതായത് എള്ളുകൊണ്ട് ചെയ്താൽ പാപനാശം. ധാന്യങ്ങളാൽ ചെയ്താൽ ധാന്യ സമൃദ്ധി. കൃതം, നെയ്യ് കൊണ്ട് ചെയ്താൽ തേജോവർദ്ധന. ഇതൊക്കെയാണ് ഫലം പറയുന്നത്. അപ്പോ ആഗമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്യ വസ്തുക്കളായിട്ടുള്ള ഹവനം അതാത് പറഞ്ഞിരിക്കുന്ന ഫലം കൊടുക്കും. 100, 1000, 10000 തവണ ജപം പറയുന്നുണ്ട്. അപ്പൊ ഈ ജപം എല്ലാം തന്നെ സമസ്ത കാമനകളെയും സാധിപ്പിക്കുന്നു, ദേവതാ പ്രീതി കൊടുക്കുന്നു. 1,00,000 ജപം കൊണ്ട് ത്രിപുരത്തില്, അതായത് ശ്രീപുരത്തില് കൽപ്പാവസാനം വരെ വാസം ലഭിക്കാനായിട്ടുള്ള അനുഗ്രഹം ദേവി കൊടുക്കുന്നു എന്നാ പറയുന്നത്. ശ്രീ സൂക്തം കൊണ്ട് ശ്രീയന്ത്രത്തിൽ അഭിഷേകം ചെയ്യുന്നവർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഇപ്പൊ വാഗ്ബീജ സമ്പുടിതമായിരിക്കുന്ന ശ്രീസൂക്ത ജപത്താല് വാക്പതിത്വം, ആ ശ്രീബീജ സമ്പുടിത ജപത്താല് ദേവതാത്മത, കാമബീജ സമ്പുടിത ജപത്താല് ജഗത് വശീകരണം. ഇതൊക്കെയാണ് ഫലം. കാരണം ഈ ശ്രീ സൂക്തത്തിലെ 16 ഇത് ഷോഡശി മഹാഷോഡശി മന്ത്രം, മഹാഷോഡശി അല്ല, സാധാരണ ഷോഡശി മന്ത്രമാണെന്ന് പറയാറുണ്ട്. കാരണം അതിന്റെ ആദ്യാക്ഷരങ്ങൾ കൊണ്ടാണ് ശ്രീ സൂക്തം തുടങ്ങുന്നത്. അപ്പൊ ശ്രീ സൂക്തം ജപിക്കുന്നതിന് സർവാർത്ഥങ്ങളും ത്രിപുരാദേവി നൽകും. അപ്പോ പൂജയ്ക്ക് അശക്തനാണെങ്കിൽ 3 തവണ സൂക്തം ജപിച്ചാൽ മതി, പൂജാഫലം കിട്ടുന്ന പറയുന്നത്. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആണ് ഈ ശ്രീ സൂക്തം. കാരണം ത്രിപുര ഉപാസകൻ ഇതിന്റെ നിത്യജപം ചെയ്യണം എന്നാ പറയപ്പെടുന്നത്. ദേവി ഉപാസകര്, ശ്രീവിദ്യ ഉപാസകര് ശ്രീ സൂക്തം, ദുർഗാ സൂക്തം ഇത് രണ്ടും ഡെയിലി ജപിക്കണം. അപ്പൊ ഇതിലുപരി മറ്റൊരു പുണ്യം ഇല്ല. ഇത് അറിയുന്നതിലൂടെ തന്നെ സമസ്ത പാപങ്ങളും നീങ്ങുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഐശ്വര്യം നേടാനുള്ള സൂക്തങ്ങൾ ഓരോ വേദത്തിലും ഉൾപ്പെട്ടിരിക്കുകയാണെന്ന് എങ്കിലും പരശുരാമന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഓരോ വേദത്തിലെയും സൂക്തഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വേദങ്ങളിൽ അന്തർഗതമായിരിക്കുന്ന ശ്രീ സൂക്തം ഇഹലോകത്തും പരലോകത്തും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഋഗ്വേദത്തിലുള്ള ഹിരണ്യവർണാം ഹരിണീം എന്ന് ആരംഭിക്കുന്ന മുതലുള്ള 15 ഋക്കുകള് വർദ്ധകങ്ങളായിരിക്കുന്ന ശ്രീ സൂക്തം എന്നറിയപ്പെടുകയാണ്. അതുപോലെ യജുർവേദത്തിൽ കാണപ്പെടുന്ന ചില മന്ത്രങ്ങൾ വെച്ചിട്ട് അവര് എന്താ പറയാ, അതിനെ വേറെ ഒരു രീതിയിൽ അർപ്പിക്കുന്നുണ്ട്. ശ്രീ സൂക്തത്തോടൊപ്പം ചേർക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഈ ശ്രീ സൂക്തം എന്ന് പറയുന്ന 15 സൂക്തത്തിന് 15 ഋഷിമാരുണ്ട്, 15 അർത്ഥങ്ങളുണ്ട്, 15 രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ശ്രീ സൂക്തം വളരെ വിശദമായിട്ട് നമ്മൾ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. ശ്രീ സൂക്തം എന്ന് പറയുന്നത് ആ ഭക്തിപൂർവം ജപിക്കുന്ന ശ്രീവിദ്യ ഉപാസകരെല്ലാം തന്നെ ശ്രീ സൂക്തം ഭക്തിയോടെ ജപിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് ത്രിപുര ഉപനിഷത്തും പറയുന്നുണ്ട്. അപ്പോ ശ്രീ സൂക്തം കൊണ്ട് ശ്രീചക്രത്തിൽ അഭിഷേകം ചെയ്യാം. പാലൊക്കെ അഭിഷേകം ചെയ്യുന്ന വളരെ വിശേഷമാണ്. അപ്പൊ സൂക്തത്താൽ ഹോമം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യമെല്ലാം നീങ്ങുമെന്ന് പറയണു. അങ്ങനെ നെയ്യിൽ മുക്കി 1000 താമരപ്പൂക്കള് ഈ സൂക്ത ജപത്തോടുകൂടി ഹോമിക്കുന്നവരില് പത്മഹസ്തയായിട്ടിരിക്കുന്ന ദേവി പ്രസാദിക്കുന്നു. 1,00,000 താമരപ്പൂക്കൾ ഹോമിക്കുന്നവരുടെ വീട്ടില് ദേവി നിത്യവാസം ചെയ്യുന്നു. അപ്പൊ നെയ്യിൽ മുക്കിയ 10,000 ബില്വപത്രങ്ങളോ താമരപ്പൂക്കളോ ഹോമിക്കുന്നവർക്ക് ഇന്ദ്ര പദവി കിട്ടുമെന്നും ദേവിയെ താമരപ്പൂക്കളാലോ വെളുത്ത പുഷ്പങ്ങളാലോ പാലുകൊണ്ടോ ധൂപത്താലോ പരമാന്നത്താലോ പൂജിക്കുന്നവർക്ക് ലക്ഷ്മി കടാക്ഷം സ്ഥിരമായിട്ട് ലഭിക്കുന്നു പറയുന്നു. ഇതെല്ലാം തന്നെ ശ്രീ സൂക്ത മാഹാത്മ്യ കഥനം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ ഭാഗത്താണ് ഇതെല്ലാം വളരെ എന്താ പറയുക വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ കമലാംബിക അല്ലേ, അപ്പൊ കമലാത്മിക
എന്ത് വേണമെങ്കിലും പറയാം. ഏത് ഒരു പേരിൽ അറിയപ്പെട്ടാലും മഹാലക്ഷ്മി തന്നെയാണ് ഇതിന്റെ ആ ദേവത എന്ന് പറയുന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി കടാക്ഷം. ഇനി എന്തൊക്കെ പൂജകൾ ചെയ്താലും ലക്ഷ്മി കടാക്ഷം കിട്ടിയില്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഐശ്വര്യം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട, എന്താ പറയാ, സൗഭാഗ്യ രാജരാജേശ്വരി വിദ്യ പറയുന്നു. ഐശ്വര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന അവന്റെ ആത്മസ്വരൂപത്തെ അറിയുന്ന ആത്മവിദ്യ തന്നെയാണെന്നും പറയുന്നുണ്ട്. സൗഭാഗ്യ രാജരാജേശ്വരി വിദ്യ എന്ന് പറയുന്ന ശ്രീവിദ്യ ബാലാമന്ത്രവും പഞ്ചദശി മന്ത്രവും കൂടെ ചേർത്ത് ജപിക്കുന്നതിനാണ് നമ്മൾ സൗഭാഗ്യ രാജരാജേശ്വരി എന്ന് പറയുന്നത്. അപ്പോ ബാല എന്ന് പറയുന്ന ലഘു ശ്രീവിദ്യയും 15 അക്ഷരത്തോടു കൂടിയ എന്താ പറയുക ശ്രീവിദ്യാ മന്ത്രം പഞ്ചദശാക്ഷരിയും കൂടെ ചേരുമ്പോൾ അതെന്തായി? സൗഭാഗ്യ രാജരാജേശ്വരി. അപ്പൊ ഇതിന്റെ എല്ലാം അധിഷ്ഠാത്രിയായിരിക്കുന്ന ദേവി മഹാലക്ഷ്മി. ഇപ്പൊ സരസ്വതി ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും സാക്ഷാൽ ത്രിപുര സുന്ദരിക്ക് വെഞ്ചാമരം വീശുന്ന നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം ദേവിയുടെ തന്നെ ആ വിവിധ ഭാവങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കോണം. കാരണം ദേവി ഓരോ സന്ദർഭത്തിനനുസരിച്ച് തന്റെ ഭാവങ്ങളെ മാറ്റി ഓരോ ഉപാസകന്റെ മനോനിലയ്ക്കനുസരിച്ച് അവർക്ക് അവിടെ എത്തിച്ചേരാനും അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യപ്രാപ്തിക്കും ഇഹലോകത്തിലും പരലോകത്തിലും ഇവിടെ നിന്ന് ആ പരാശക്തിയെ ഉപാസിച്ച് വേണ്ടത് നേടാനുമുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദേവിയുടെ ഈ 10 ഭാവങ്ങളും നമ്മൾ കുറച്ച് ദിവസമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദശമഹാവിദ്യകൾ ഭുവനേശ്വരി മഹിമയിൽ തുടങ്ങി ഭുവനേശ്വരി തത്വത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ എല്ലാ മഹാവിദ്യകളെയും ദേവിയുടെ അനുഗ്രഹമായിരിക്കാം, ദേവിയുടെ ആഗ്രഹമായിരിക്കാം. അമ്മ നമ്മളെ കൊണ്ട് കാളി മുതൽ ഈ പറയുന്ന കമലാംബിക വരെയുള്ള ഒരു യാത്ര, അതിദൂരമുള്ള യാത്രയാണ്. കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും, 5-6 ദിവസങ്ങൾ കൊണ്ട് തീർന്നു. പക്ഷെ ഒരു ഉപാസകന്റെ ജന്മ സാഫല്യമായിരിക്കുന്ന അവന്റെ എന്താ പറയാ ആ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസു ദുർലഭ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആ ഒരു ബഹിർമുഖമായിട്ട് കിട്ടാത്ത, ബഹിർമുഖമായിട്ട് അന്വേഷിച്ചാൽ കിട്ടാത്ത, പ്രപഞ്ചത്തിൽ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അന്തർമുഖത്വം കൊണ്ട് മാത്രം കിട്ടുന്ന ആ അന്തർമുഖത്വം കൊണ്ട് സമാരാധിക്കപ്പെടേണ്ടവളായിരിക്കുന്ന അവനവന്റെ ഉള്ളിലിരിക്കുന്ന പ്രാണശക്തിയായിരിക്കുന്ന ജഗദംബിയെ അറിയലാണ് ഈ 10 ദശമഹാവിദ്യകളിലൂടെ നമ്മൾ ചെയ്തത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.